സ്നേഹിതനായ ശ്രീ അഷഫ് കൊട്ടറാണ്, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടത്. വളരെ ലളിതമായ ഒരു ചടങ്ങ് നടത്തുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും കരുതലും ഇതൊരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുണ്ട്. എനിക്ക് പ്രശ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒത്തിരിയേറെ മാധ്യമപ്രവർത്തകർക്ക് ഇവരുടെ യാത്രയിൽ നൽകാറുണ്ട്. അത് ഇടുക്കിയിൽ ജോലി ചെയ്തതിനു ശേഷം മറ്റ് ജില്ലകളിലേക്ക് ജോലിക്കായിട്ട് പോകുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഞങ്ങൾ യാത്രയിൽ നൽകുന്നത്. ഔദ്യോഗികമായ ഒരു 3.5 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ പത്രപ്രവർത്തനത്തിന് ശേഷം തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ജോലിയിൽ നിന്നും വിരമിക്കുന്ന ശ്രീ അഷഫ് വട്ടപ്പാറയ്ക്ക് ഇന്നിവിടെ നൽകുന്ന ഒരു യാത്രയയപ്പ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കർമ്മമണ്ഡലത്തിൽ നിന്നുള്ള ഒരു വിടവാങ്ങൽ യാത്രയയപ്പായിട്ട് മാറുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്യക്തിക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയയപ്പ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമാക്കി അല്ലെങ്കിൽ ഒരു മഹത്തായ ചടങ്ങാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി അഭിമുഖീകരിക്കുന്നില്ല, കാരണം ഒത്തിരിയേറെ വിശിഷ്ട വ്യക്തികൾ അവിടെ എത്തിച്ചേർന്നത് എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹവുമായുള്ള അടുപ്പവും അദ്ദേഹവുമായുള്ള ബന്ധം കൂടുതലായി കൊണ്ട് അവർക്കൊക്കെ രണ്ടു പേർക്ക് സംസാരിക്കാനുള്ള അവസരം ഞാനായിട്ട് കളയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷതമായിരിക്കുന്ന ശ്രീ വിനോദ് കണ്ണോളിയെ ഞാൻ ഏറെ സ്നേഹത്തോടെ പ്രസിഡന്റിനെ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അല്പസമയത്തിനകം എത്തിച്ചേരുന്ന അറിയിച്ചിരിക്കുന്ന ബഹുമാനായ തൊടുപുഴ MLA ശ്രീ P.A. ജോസഫ് സാറിനെ ഏറെ സ്നേഹത്തോടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് അഡ്വക്കേറ്റ് D. എംപിയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിയായ ആഗ്രഹത്തോടുകൂടി അദ്ദേഹം സമയം ഒന്ന് മാറ്റി വെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം നോക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറിയിച്ചത്. അദ്ദേഹത്തിന് എല്ലാം മാറ്റി വെക്കുന്ന അദ്ദേഹം കൂടെ നമ്മോട് സംബന്ധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേദിയിലുള്ള KUWA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KP റജി, അദ്ദേഹം ഏറെ ദൂരം യാത്ര ചെയ്താണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് എടപ്പാൾ, അവർ രണ്ട് മാസം മാത്രമാണ് ആയത് പുതിയ ഭാരവാഹികളുടെ ചുമതലയായിട്ട്. KUWA സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എന്ന രണ്ടുപേരും സംഘടനയെ വളരെ മനോഹരമായിട്ട് വളരെ ഉത്തരവാദിത്തോടെ നേർവഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഏറെ സുരേഷ് എടപ്പാൾ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എടപ്പാളാണ് സ്വദേശം, അവിടെ നിന്നാണ് വ്യതിചാരിക്കുന്നത്. രണ്ടുപേരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. വീക്ഷണത്തിൻ്റെ MD ശ്രീ ജെയ്സൺ ജോസഫ്, അതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, CP സംസ്ഥാന കൗൺസിൽ അംഗം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KK ശിവരാമൻ, ഇവിടെ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി റോയിക്കൽ കോളേജ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ, ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, CMP സംസ്ഥാന സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു, ഡോക്ടർ തോമസ് ചന്ദ്രാഹ, ശ്രീ MC മാത്യു, സത്യൻ കോരണ്ട്, ശ്രീ സനൽ ചക്രവാണി, ശ്രീ സന്തോഷ് അറക്കൽ, KK കൃഷ്ണപിള്ള തുടങ്ങിയ ഇവരെ എത്തിച്ചേർന്നിട്ടുള്ള CPI സംസ്ഥാന കൗൺസിൽ ശ്രീ മാത്യു വർഗീസ്, അങ്ങനെ ഒട്ടേറെ വ്യക്തികളുണ്ട്. എല്ലാവരുടെയും പേര് പറയാനുള്ളത് മറന്നാ സാധ്യതകളുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൻ്റെ ആരംഭമായ ശ്രീ അഷഫ് വട്ടപ്പാറയെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഷഫ് വട്ടപ്പാറ സാറിനെ കുറിച്ച് ഒരു 2 വാക്ക് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 3.5 പതിറ്റാണ്ടിലേറെയായി മാധ്യമരംഗത്ത് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ദേശീയ ഏജൻസികളെ അടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയതൊക്കെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഴുത്തിനാണ് സവിശേഷതകൾ. പരിസ്ഥിതി, ദളിത്, ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ മാധ്യമ ഇടപെടലുകളാണ് വട്ടപ്പാറയിൽ. മാതൃഭൂമി പ്രാദേശിക ലേഖകനായി ചേർന്ന് ജില്ലാ ബ്യൂറോയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ശ്രീ അഷഫ് പിന്നീടാണ് മാധ്യമത്തിൽ സബ് എഡിറ്ററായി ചേരുന്നത്. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലാ ബ്യൂറോകളിൽ പലപ്പോഴായി ജോലി ചെയ്തു. ഇപ്പോൾ ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരള സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, ഡോക്ടർ അംബേദ്കർ മാധ്യമ അവാർഡ്,
രാജ്യത്തെ മികച്ച ഗ്രാമീണ റിപ്പോർട്ടിങ്ങിന് കൊൽക്കത്തയിലെ പ്രശസ്തമായ ജനപത്രം നൽകുന്ന സ്റ്റേറ്റ്സ്മാൻ അവാർഡ്, തിരുവനന്തപുരം പ്രസ് ക്ലബിലെ സാഹസിക പത്രപ്രവർത്തനത്തിനുള്ള ജി വേണുഗോപാൽ അവാർഡ്, മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകന് മുംബൈ പ്രസ് ക്ലബ് നൽകുന്ന റെഡ് ഇങ്ക് മീഡിയ അവാർഡ്, മതേതര മൂല്യങ്ങൾ ഉദ്ഘോഷിച്ചതിന്റെയും വർഗീയതയ്ക്കെതിരെ മറുപടിയതിന്റെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ നാമത്തിലുള്ള മാധ്യമ പുരസ്കാരം, യൂസഫ് അലി കേച്ചേരി മാധ്യമ അവാർഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാധ്യമ പുരസ്കാരം, കേന്ദ്ര ദളിത് സാഹിത്യ അക്കാദമി അവാർഡ്, തൃശൂർ പ്രസ് ക്ലബിന്റെ ടി വി അച്യുതവാര്യ അവാർഡ്, കേരള ജൈവ വൈവിധ്യ ബോർഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം, UN ഏജൻസിയുടെ ലാബ് ടിവിഡി അവാർഡ്, ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പുരസ്കാരം തുടങ്ങി 20ഓളം അംഗീകാരങ്ങൾക്കാണ് മാധ്യമപ്രവർത്തന മികവിനും ശ്രീ അഷ്റഫ് കോട്ടപ്പാറ അർഹനായിരിക്കുന്നത്. ശ്രീ അഷ്റഫ് കോട്ടപ്പാറയുടെ ഈ യാത്രയ്ക്ക് ചേർന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണികളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കും നന്ദി, നമസ്കാരം. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ വി ജോസഫ് MLA, മുഖ്യാതിഥിയെത്തുന്ന പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ചേട്ടൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ സുരേഷ് എടപ്പാട്, വിഷ്ണത്തിന്റെ MD ശ്രീ ജെയ്സൺ ജോസഫ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സംസ്ഥാന KP മേരി, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ KK ശ്രീരാമൻ, നമ്മുടെ അതിനായ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ അക്ഷമപട്ടമായി 2 പതിറ്റാണ്ടിലേറെയുള്ള സ്നേഹബന്ധമാണ്. സത്യത്തിൽ ഔപചാരിക പേരിൽ ശ്രീ അക്ഷമപട്ടമാർ എന്ന് പറഞ്ഞാൽ അക്ഷത ചേട്ട എന്നാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട നാൾ മുതൽ വിളിച്ചുകൊണ്ടത്. ഏകദേശം 2004-05 ഡിഗ്രി പ്രസ് ക്ലബിന്റെ നിർമ്മാണ സമയത്ത് അദ്ദേഹവുമായി കൂടുതൽ പരിചയപ്പെടാനും അടുപ്പവും ഉണ്ടാകും. മാധ്യമത്തിന്റെയും മംഗളത്തിന്റെയും ഒക്കെ ഓഫീസെന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു. മുഖ്യഭൂമിയിലെ ബന്ധുചേർന്ന അടക്കമുള്ളവർ ഇന്ന് ഉയർന്നു. അപ്പോൾ വളരെ ഒരു ദീർഘകാല ബന്ധമാണ് അദ്ദേഹവുമായി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇണങ്ങാനും ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ എന്ന ഒരു സ്നേഹമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് വലിയ വഴക്കുകൾ ഞങ്ങൾക്കുണ്ടാവും, അതിൽ കൂടുതൽ വലിയ സ്നേഹബന്ധം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കുവാനും ഉള്ള ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ആദ്യം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനാണ്. ആ സൗഹൃദമാകണം അത് അദ്ദേഹം പുലർത്തിയ മാധ്യമ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ ഗംഭീരമായ ഒരു ചടങ്ങ് ഇവിടെ നടത്താനുള്ള സാഹചര്യം ഒരുക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാധ്യമ പ്രവർത്തന രംഗത്ത് സെക്രട്ടറി ജെയ്സ് വായിച്ചതുപോലെ ഒട്ടേറെ വാർത്തകൾ സംഭാവന ചെയ്തു ഇടുക്കിക്ക് വേണ്ടി, ഇടുക്കിയുടെ ശബ്ദമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 20ഓളം മാധ്യമ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി എന്നുള്ളത്. അത് ഏത് മാധ്യമ പ്രവർത്തനെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, മൂന്നാറിന്റെ വിഷയമായ, പരിസ്ഥിതി വിഷയമായ, ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങളായാലും ഒക്കെ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന് വ്യക്തവും കൃത്യവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുമ്പ് പല വിഷയങ്ങളിലും പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോഴും അതിന്റെ ആധികാരിക വശങ്ങൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത് പഠിച്ച് വിശകലനം ചെയ്യാൻ അദ്ദേഹത്തിന് എന്നും കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ രീതിയിൽ അദ്ദേഹത്തെ വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിലെ തന്നെ മുഖ്യധാര മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സേവന മേഖലയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. ഒന്നിനോട് വിട്ടുവീഴ്ചയില്ലാതെ സമരസപ്പെടാതെ സത്യസന്ധമായ മാധ്യമ
കഴിഞ്ഞ 35 വർഷക്കാലം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരടക്കം ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരടക്കം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു സേവനമേ. അദ്ദേഹം മികച്ച ഒരു റേഡിയോ സ്റ്റോറിയായിരുന്നു. പത്രം സംഘടനാ പ്രവർത്തനത്തിലായാലും മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിലായാലും അദ്ദേഹം തികഞ്ഞ ഒരു സജ്ജത പുലർത്തിയിരുന്നു. ഇടുക്കി പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് കോട്ടയത്ത് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കോട്ടയത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇടുക്കി പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇക്കാലയളവിൽ ഇടുക്കി പ്രസ് ക്ലബിനും മാധ്യമ പ്രവർത്തകർക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയാണ്. മാധ്യമപ്രവർത്തകർ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ല. അതിന് അവധി ദിവസങ്ങളൊന്നും മറ്റു ദിവസങ്ങളൊന്നും ഒന്നും നോക്കാതെ ഏറ്റവും കൃത്യമായി അത് രാവിലെ അദ്ദേഹത്തിനെ ഞങ്ങൾ പലപ്പോഴും പറയും രാവിലെ 7 മണി 7:30 അദ്ദേഹം ഓഫീസിലെത്തും. നമ്മളാരും 7:30 ഓഫീസിൽ, പക്ഷെ അദ്ദേഹം 7:30 8 മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തും. ആ രീതിയിൽ മാധ്യമപ്രവർത്തകരും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയാലും കൃത്യമായ ഒരു നിലപാട് പുലർത്തിയ അദ്ദേഹം 35 വർഷക്കാലം അദ്ദേഹത്തിന്റെ സേവനം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കി. അദ്ദേഹം ഇനിയും മാധ്യമപ്രവർത്തന രംഗത്ത് തുടരുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം അദ്ദേഹം ഇനിയും മാധ്യമപ്രവർത്തന മേഖലയിൽ തുടരട്ടെ. എങ്കിലും ഇത്തരം സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ മാധ്യമപ്രവർത്തകർക്ക് വഴികാട്ടിയായി അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെ സ്നേഹബന്ധമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ എത്തിച്ചേർന്നിട്ടുണ്ട്. മക്കളായാലും ആനക്കാട് വീട്ടിൽ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം നടക്കുന്ന കാലത്ത് രാത്രി വീട്ടിൽ കൊണ്ടുവിടാനൊക്കെ ഒരുപാട് നമുക്ക്, പക്ഷേ പുതിയ വീട്ടിൽ പോകാൻ സാധിച്ചിട്ടില്ല. അത് വിഷമമുണ്ട്. എങ്കിലും കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. ഒട്ടേറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പുതിയ ഈ 35 വർഷക്കാലത്തെ മാധ്യമ പ്രവർത്തനത്തെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയും അദ്ദേഹം വലിയൊരു മാധ്യമപ്രവർത്തനായി വലിയൊരു വഴികാട്ടിയായി ഒരു മാധ്യമപ്രവർത്തകർക്കും ഒരു വിളക്കായി അദ്ദേഹം തുടരും എന്നുള്ള കാര്യം സംശയമില്ല. അദ്ദേഹത്തിന് ഇനിയുള്ള ഭാവി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. എല്ലാവർക്കും മക്കളുടെ നന്ദി, നമസ്കാരം. നമ്മുടെ എം പി ഉൾപ്പെടെ ആദരിക്കാനാണ് നാം എന്നോട് കൂടിയിരിക്കുന്നത്. അദ്ദേഹവുമായി വളരെ കാലത്തെ അദ്ദേഹം ഏറെക്കാലം മാധ്യമത്തിൽ തന്നെയാണ് വളർത്തിയത്. 20ഓളം പുരസ്കാരങ്ങൾ കിട്ടി. പുരസ്കാരങ്ങളുടെ മറ്റ് അറിയപ്പെടുന്ന പുരസ്കാരങ്ങൾ വളരെ എന്താണ് ഊഷ്മളതയോട് ബന്ധമാണ്. രാഷ്ട്രത്തോടും കുടുംബത്തോടും എല്ലാ പ്രധാനപ്പെട്ട ഒക്കേഷൻസിനും സ്നേഹസമ്പന്നനായ ഉപരിയായി വലിയ സുഹൃത്ത് മതത്തിനുണ്ട്. കൂടുതൽ പലരും ഇടുക്കിയിലാകുന്നതിന് കോട്ടയത്തും അതെല്ലാം കേന്ദ്രങ്ങളും കൂടുതൽ അവിടെയെല്ലാം
വേണ്ടപ്പെട്ടവരുമായി അടുത്ത ബന്ധം പുലർത്താൻ, സൗഹൃദം പുലർത്താൻ, അങ്ങനെ എല്ലാവരുമായി അടുത്ത ബന്ധം പുലർത്താൻ, സൗഹൃദം പുലർത്താൻ കഴിയുന്ന ശ്രീ അഷ്റഫിനെ പ്രത്യേകം അഭിനന്ദിക്കുക. ഇനിയും അദ്ദേഹത്തിന് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇവിടെ അവസരത്തിൽ ഇത്രയും പുരസ്കാരങ്ങൾ വേണ്ടി എല്ലാവരുടെയും ഹൃദയം തോന്നും മുന്നോട്ട് പോയ ഞാൻ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനക്കാരും അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഇടുക്കിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലാണ് കൂടുതൽ പുരസ്കാരം കിട്ടിയെന്ന് നൽകിയിട്ടുള്ളത്. ഇടുക്കി അടുത്തറിഞ്ഞിട്ടുള്ളതാണ്, തൊടുപുഴ അടുത്തറിഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിലുടനീളം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. വ്യക്തിമുദ്ര തെളിയിക്കുന്നു. ഇനിയും കൂടുതൽ സംഭാവനകൾ ഇതിൽ കൂടുതൽ മറ്റൊരു സമൂഹത്തിൽ നൽകേണ്ടത് ആശംസിക്കുന്നു. നമ്മുടെ എല്ലാവരെയും അനുവാദത്തോടും ഈ സംഭവം നമ്മുടെ അഭിമാനമായ വിജയസാറ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ശ്രീ അഷ്റഫ് വട്ടപ്പാറ അദ്ദേഹത്തെ ഈ ഒരു തരത്തിൽ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൊടുപുഴയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പൊതുകാര്യങ്ങളിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായി ഇടപെടുന്ന ബഹുമാന്യരെ, സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ ചേർന്നിട്ടുള്ള പത്രപ്രവർത്തന അനുഭവവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഭാരവാഹികൾ ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ശ്രീ അഷ്റഫ് വട്ടപ്പാറ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. വളരെ നാളുകളായി സംഘടനാ രംഗത്തേക്ക് കടന്നു വന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് സ്വീകരിക്കുവാനും അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുവാനൊക്കെ വളരെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും സൗഹാർദ്ദപരമായി തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഏറ്റവും നീതിബോധത്തോടു കൂടി തന്നെ കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മാധ്യമം എന്നുള്ള ആ ഒരു സ്ഥാപനത്തിൽ നിന്നും റിട്ടയർമെന്റിലേക്ക് കടക്കുകയും എന്നിരുന്നാലും ഈ രംഗത്ത് ഇനിയും തുടരാൻ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നിറഞ്ഞു നിൽക്കുകയും നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യം ഈ ഒരു തരത്തിൽ തുടരുന്നിടത്തോളം പത്രപ്രവർത്തനത്തിനും പത്രപ്രവർത്തകർക്കും വലിയ പ്രസക്തിയുണ്ട്. ഭരണഘടനാപരമായി ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത ആളുകൾ ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ 75ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്ററി ഡെമോക്രസി ക്വാസി ഫെഡറൽ സംവിധാനവും ഈ ഒരു തരത്തിൽ നിലനിൽക്കുന്നിടത്തോളം മാധ്യമ സ്ഥാപനങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4ാമത്തെ തൂൺ എന്നുള്ള നിലയിൽ തൽക്കാലവും നിലനിർത്തുന്നു. അതിനൊരു വ്യത്യാസമുണ്ടായാൽ ഭരണഘടന മാറ്റിക്കെടുക്കുകയോ പാർലമെന്ററി ജനാധിപത്യം ഇല്ലാതെയാവുകയോ ജനാധിപത്യത്തിൻ്റെ പുത്തൻ വിവക്ഷകൾ മറ്റു തരത്തിലൊക്കെ ആവുകയോ ചെയ്താൽ മാത്രമേ പത്രസ്വാതന്ത്ര്യവും പത്രപ്രവർത്തകരുടേതായ ഇടപെടലുകളുമൊക്കെ വലിയ കുറവുകൾ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ തരത്തിൽ ജനാധിപത്യ സംവിധാനം നിലനിർത്തപ്പെടുവാൻ അതിന് സഹായകരമായി മാറുവാൻ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അവകാശാധികാരങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഒക്കെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും നേരായ വിധത്തിൽ തന്നെ സത്യസന്ധമായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ ഏറ്റവും നല്ല വിധത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമരംഗത്ത് കള്ളനാണയങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം. കാരണം
ഒരു കറക്റ്റീവ് സ്റ്റെപ്പ് എന്നുള്ളതിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ നല്ല നിലയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും കാര്യമാത്ര പ്രസക്തമായി ഇടപെടാൻ കഴിയുന്നത് മാധ്യമ പ്രവർത്തകർക്കാണ്. അപ്പോൾ ആ മാധ്യമ പ്രവർത്തനം സത്യസന്ധമായി നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും സത്യസന്ധമായി ആ ഒരു ഫീൽഡിൽ കൈകാര്യം ചെയ്യുന്നവർ ഉണ്ടായേ മതിയാവും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അപ്പോൾ ശ്രീ അഷ്റഫ് പട്ടപ്പാർ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി പെരുമാറുകയും എന്നാൽ നാടിന് വേണ്ടി ഏറ്റവും കൃത്യതയോടുകൂടി തന്നെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലുടനീളം കരിയർ കാലഘട്ടത്തിൽ ഉടനീളം വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് എന്നുള്ളത് നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർ എന്നുള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ ഏറെ ആദരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ സംഘടനാ രംഗത്തിൽ ഒക്കെ തന്നെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെല്ല പ്രവർത്തിക്കുമ്പോഴല്ല അദ്ദേഹത്തോട് ഏറ്റവും അടുത്തു നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും ഇപ്പം ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ എന്നെ നേരിട്ട് വിളിച്ച് പലപ്പോഴും വഴക്ക് പറയുവാനും ഒക്കെ തന്നെ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അങ്ങനെ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ തന്നെ ആണ് പ്രതീക്ഷിക്കുന്നത്, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായ ഉപദേശങ്ങൾ പലപ്പോഴും അദ്ദേഹം നൽകിയിട്ടുള്ളത് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞാനിവിടെ പരാമർശിച്ചു പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശിഷ്ട സേവനം നമ്മുടെ നാടിന് അഭിമാനകരമാണ്. സംസ്ഥാനത്തുടനീളം വലിയ പരിചയ സമ്പത്തുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ കോൺഗ്രസ് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും ഉന്നത നേതാക്കന്മാരുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പലപ്പോഴും അവരെല്ലാം തൊടുപുഴയിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് ഫോണിൽ വിളിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഏറ്റവും സീനിയർ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. അതുപോലെ ഒരു സൗഹൃദം അദ്ദേഹത്തിന് എല്ലാ നേതാക്കന്മാരുമായിട്ട് ഉണ്ടായിരുന്നു. പല നേതാക്കന്മാരോട് വരാൻ താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സമയവും സാഹചര്യവും ഒക്കെ ഒത്തുവരാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവരെ വരാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പം വളരെ വലുതാണ്. അവരെല്ലാവരും അദ്ദേഹത്തോട് വളരെ സൗഹാർദ്ദത്തിൽ ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും നിലനിർത്തുന്നു. ഞാൻ വ്യക്തമായ മറ്റു കാര്യങ്ങൾ കിടക്കുന്നില്ല. എല്ലാവരും ആശംസകളും അറിയിക്കുന്നു. ഈ നാടിന് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായ സേവനങ്ങൾക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും അഭിവാദ്യങ്ങളും ജയിക്കുന്നു. സദസ്സിലുമായുള്ള ഉടമ്പടിയിലെ അല്ലെങ്കിൽ പൊതുവായ രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട അഷ്റഫുമായി രണ്ട് നിലയ്ക്ക് സഹകരണമുള്ള ഒരാളാണ്. ഒന്ന് യൂണിയൻ എന്ന ബന്ധമുണ്ട്, രണ്ട് മാധ്യമങ്ങളിലെ സഹപ്രവർത്തകൻ എന്നാണ്. ദിവസം അഷ്റഫ് ആദ്യമായി ജോയിൻ ചെയ്ത് കോഴിക്കോട് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത മുറികളിലായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ താമസിച്ചു. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദം താഴേക്ക് പോകാതെ നിൽക്കാൻ കഴിഞ്ഞ 2-2.5-3 പതിറ്റാണ്ട് എന്നത് ഒരു അദ്ദേഹം സൗഹൃദങ്ങൾ പുലർത്തുന്നതിൽ, സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് കൊടുക്കുന്ന നിഷ്കർഷയുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ അത്ര സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതോടെ എനിക്ക് ചെറിയ ആശങ്കയുണ്ട്. ഏതായാലും മാധ്യമ ലോകവും പൊതുസമൂഹവും ഒക്കെ സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു യാത്രയെ ഒരുമിച്ച് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ അവരുടെ റിട്ടയർമെൻറ്റ് കാലത്ത് ഇങ്ങനൊരു യാത്രയെ പിന്നെ വേദി ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം. തമാശയ്ക്ക് അച്ഛനോടൊക്കെ പറഞ്ഞു 2050 റിട്ടയർ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എങ്ങനെയായിരിക്കും? കാരണം മാധ്യമ ലോകമെന്നും കടുത്ത വ്യതിയാനങ്ങളിലൂടെ, കടുത്ത പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഇത്തരമൊരു പ്രൗഢമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഇടുക്കി പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയും അവരെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ
ഒരു ദീർഘമായ സംസാരം പ്രസക്തമല്ല. നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുമായി ഏറെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ ബഹുമാനരായ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം ഒരുപാട് എത്തിയിട്ടുണ്ട്. അവരെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഈ ഒരു സമയം ഇതിനുവേണ്ടി ചെലവഴിക്കാൻ അവർ തയ്യാറായത് അഷ്റഫിനോടും നമ്മളോടുമുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതിന് അവരെ പ്രത്യേകം സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തകരുടെ സവിശേഷ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ആ വെല്ലുവിളികളെ നേരിടാൻ ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ക്ഷേമ പദ്ധതികളിലാവട്ടെ, അവകാശ പോരാട്ടങ്ങളിലാവട്ടെ, എല്ലാത്തിലും കേരളപത്ര പ്രവർത്തക യൂണിയൻ ഒരു തരിപ്പും ക്ഷീണമില്ലാതെ, ഒരു തരിപ്പും ആവേശം തോരാതെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറയാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് അഷ്റഫിന് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ അഷ്റഫിന്റെ പത്രപ്രവർത്തന ജീവിതം നാളെയോടെ അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഔദ്യോഗികമായ ഒരു സ്ഥാപനത്തിന്റെ മസ്റ്റർ റോളിന്റെ പ്രശ്നം മാത്രമാണ് ആ ജനുവരി 31. അതിനുശേഷവും അദ്ദേഹം ഈ രംഗത്ത് സജീവമായിട്ടുണ്ടാവും എന്നാണ്. പത്രപ്രവർത്തകർക്കും റിട്ടയർമെന്റ് ഇല്ല എന്നതാണല്ലോ പറയുന്നത്. സാമ്പചേട്ടനെ ഉദാഹരണം റിട്ടയർമെന്റിലുള്ള സജീവമായി നിൽക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ തൊടുപുഴയിലേക്ക് ദേശീയ അംഗീകാരങ്ങളടക്കം ഒരുപാട് പുരസ്കാരങ്ങളുടെ തിളക്കം കൊണ്ടുവന്ന അഷ്റഫിന് എനിക്ക് തോന്നുന്നു അടുത്ത അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചുകൂടി ആ അംഗീകാരങ്ങൾ കുറച്ചുകൂടി സുഗമമായിരിക്കും. കാരണം ഒരു സ്ഥാപനത്തിന്റെ കെട്ടുപാടുകളില്ലാതെ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് അടുത്ത ഫെബ്രുവരി 1 മുതൽ മുന്നിലേക്ക് തുറന്നെടുക്കുന്നത്. ആ അവസരം അദ്ദേഹം തുടർന്ന് വളരെ വിശാലമായി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക അനന്തര മാധ്യമ പ്രവർത്തനം കൂടുതൽ തിളക്കമുള്ളതാവട്ടെ, അത് കൂടുതൽ ഭദ്രശോഭയോടെ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നതടക്കം വിവിധ തലങ്ങളിൽ യൂണിയന് നൽകിയ അഹോരാത്രമുള്ള അധ്വാനങ്ങളിലൂടെ നൽകിയ സംഭാവനകളെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്മരിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹാഭിവാദനങ്ങൾ. വളരെയധികം സംസാരിക്കേണ്ട ഒരു ചടങ്ങാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും സവിശേഷം. കാരണം മാധ്യമ സ്വാതന്ത്ര്യം വേട്ടയാടപ്പെടുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു. ഇന്ന് ജനുവരി 30 ലോകത്ത് തന്നെ പത്രാധിപരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് നാം മനസ്സിൽ അത്തരത്തിലുള്ള സ്ഥാനം നൽകിയ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം. അതുപോലെ തന്നെ അഷ്റഫ് വട്ടപ്പാറ പോലുള്ള ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് തിരശ്ശീലാക്കുന്ന ഒരു സംഭവം. ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു സാഹചര്യവും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരെ കുറിച്ചൊക്കെ ആകേണ്ട സന്ദർഭം. പക്ഷേ അത്തരത്തിലുള്ളൊരു വേദിയോ അത്തരത്തിലുള്ള ചടങ്ങോ അല്ല ഈ സമയവും അതിനനുവദിക്കുന്നു. നമുക്കറിയാം ഓരോ പത്രപ്രവർത്തകരും പ്രതീക്ഷയാണ്, നിറയെ പ്രതീക്ഷയാണ് സമൂഹത്തിൽ. ആ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്ന ഒരു പത്രപ്രവർത്തകൻ, ആ പ്രതീക്ഷയ്ക്കൊപ്പം മാത്രമല്ല അതിന് മികവ് കൂടി അടയാളപ്പെടുത്തിയ ഒരു പത്രക്കാരനുണ്ടാകുന്നു. സമൂഹത്തിന് അടിക്കട്ടുള്ള പ്രശ്നങ്ങളിലും സാധാരണ ജനങ്ങളിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നു. അദ്ദേഹം എഴുതിയ സ്റ്റോറികൾ, വാർത്തകൾ ലോകത്തിന്റെ അംഗീകാരങ്ങൾ, ഈ രണ്ട് തരത്തിലും ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം സമ്പൂർണ്ണമായ അംഗീകാരം നേടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള പത്രപ്രവർത്തക യൂണിയനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫ് വട്ടപ്പാറ എന്നത് ഒരു തികഞ്ഞ ട്രേഡ് യൂണിയനിസ്റ്റ്. പത്രപ്രവർത്തക യൂണിയൻ ഏറ്റെടുത്ത സമര പോരാട്ടം ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ സമരങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ ഒരു വാർത്തയായി വന്നവളൊന്നുമില്ല. ഞങ്ങളുടെ വാർത്തകളൊക്കെ തന്നെ ഞങ്ങൾക്കിടയിൽ മാത്രം, ഞങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ മാത്രം ഒതുങ്ങി പോകുന്ന സമരങ്ങളാവാറ്. പക്ഷെ അതൊക്കെ തന്നെ സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങളുടെ ഒരു ശബ്ദമായി മാറാറുണ്ട്. അത്തരം സമര പോരാട്ടങ്ങളിൽ എക്കാലത്തും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച 3.5 പതിറ്റാണ്ട് കാലം അദ്ദേഹം നൽകിയ സേവനം സമൂഹത്തിനോ മാധ്യമരംഗത്തിനോ മാത്രമല്ല, രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ, സാധാരണ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്ത സമര പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു മിസ്റ്റർ അഷ്റഫ് വട്ടപ്പാറ എന്ന് പറയുന്നതിൽ ഒരു സംശയവും. ഇത്തരത്തിലുള്ള പല രീതിയിൽ സംഭാവന നൽകിയ വട്ടപ്പാറ തന്റെ
പേന മടക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, പറയാൻ പോലെ അദ്ദേഹത്തെ പോലെ ഒരാൾ റിട്ടയർമെന്റ് എന്നൊക്കെ പറയാൻ വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പരിസരിപ്പും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമുക്കൊരു യാത്രയിലേക്കൊന്നും യാത്രയൊന്നും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു രീതിയല്ല. അത്രമാത്രം ഇനിയും അദ്ദേഹം അവശേഷിപ്പിക്കുകയാണ് പലതും. തീർച്ചയായും മാധ്യമപ്രവർത്തനം അദ്ദേഹം തുടരുമെന്ന് തന്നെ വിശ്വസിക്കാം. അതിനുള്ള സന്ദർഭങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. നേരത്തെ നമ്മുടെ പ്രസിഡന്റ് കെ രജി പറഞ്ഞ പോലെ ഒരു മാധ്യമത്തിൽ നിന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് പഴയ പോലെയല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ആംപിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എഴുതാനും പറയാനും കളിക്കാനും പോരാടാനുമുള്ള ഒരു വലിയ ലോകം അഷ്റഫ് പട്ടപ്പാറിന്റെ മുന്നിൽ തുറന്നു നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ആ അവസരങ്ങളെല്ലാം തന്നെ തീർച്ചയായും കൂടുതൽ സംഭാവനകൾ മാധ്യമ ലോകത്തിന്, പാവപ്പെട്ട ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് നൽകാൻ ശ്രീ അഷ്റഫ് പട്ടപ്പാറയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എത്ര സമൃദ്ധമായ, എത്ര കണ്ടന്റുള്ള ഒരു വേദിയാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിയാണ്. യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത്. രാവിലെ 6 മണിയോട് വീട്ടിൽ നിന്ന് വന്നതാണ്. കാരണം അഷ്റഫ് പട്ടപ്പാറ അത്രമാത്രം അനിവാര്യനായ കേരള പത്രപ്രവർത്തകർ യൂണിയനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടിയിൽ ഒരു യാത്രയപ്പ് ചടങ്ങിൽ എത്തിയത്. തീർച്ചയായും ഇതൊരു യാത്രയപ്പല്ല, ഞങ്ങളുടെ സ്നേഹം അദ്ദേഹത്തെ അറിയിക്കാനുള്ള, നമ്മുടെ എല്ലാം സ്നേഹം അദ്ദേഹത്തെ അറിയിക്കാനുള്ള ചടങ്ങാണ്. അദ്ദേഹം തുടരട്ടെ, അനുസൂതം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള വേദി ഒരുക്കിയ പുസ്തകങ്ങൾ അതിൻ്റെ ഭാരവാഹികൾക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സ്നേഹാശംസകൾ അറിയിക്കും. സുഹൃത്ത് എന്ന് ഉപയോഗിക്കുന്നുണ്ടോ ജില്ലയുടെ ഊർജസ്വലനായ ഒരു യുവാവ് ഈ പത്രപ്രവർത്തന രംഗത്ത് കടന്നു വരികയും ദീർഘകാലത്തെ ഒരു ബന്ധജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു. ഈ അവസരത്തിൽ അദ്ദേഹം യാത്രയിൽ നൽകുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെയേറെ സജീവമായിട്ട് ഇനിയും പൊതുരംഗത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ മാധ്യമരംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിന് വളരെയേറെ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്രയേറെ അവാർഡുകളും പുരസ്കാരങ്ങളും ലഭ്യമാക്കി പത്രപ്രവർത്തനത്തിനെ തന്റെ സഹപ്രവർത്തനത്തിന് ഏറ്റവും അഭിമാനമായി മാറിയ ശ്രീ അഷ്റഫ് പട്ടപ്പാറയ്ക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ ഈ അവസരത്തിൽ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം പാസികമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ വിനോദനവും വേദിയിലും പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ അഷ്റഫ് പട്ടപ്പാറ റിട്ടയർ ചെയ്യുന്ന യാത്രയുടെ വേദിയിൽ പങ്കെടുക്കണമെന്ന് എനിക്കും മുസ്ലിമാറ്റിനും നല്ല നിർബന്ധമുണ്ട്. കാരണം പട്ടപ്പാറ ദീർഘകാലമായി ഞങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ്. അപ്പൊക്കെ പരിചയപ്പെടുന്ന മുമ്പിനെ സൈന്യെ പരിചയപ്പെടുത്തിയിരുന്നു. സൈന്യ സർവീസിലായതുകൊണ്ട് എനിക്ക് വളരെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെങ്കിൽ എനിക്ക് വളരെ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ അഷ്റഫിൻ്റെ ലേഖനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം മാധ്യമം ഞാൻ വായിക്കുന്ന ആളല്ല, മറ്റു പല പത്രങ്ങളും വായിക്കും, പക്ഷേ മാധ്യമത്തിന് വായിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു 2013 ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രസ് ക്ലബിൽ കയറുമ്പോൾ അവിടെ മാധ്യമം മറിച്ചു നോക്കുമ്പോൾ എനിക്ക് അഷ്റഫിൻ്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം എന്ന് പറയുന്നത് സ്ത്രീകളെയും പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ രംഗത്തുള്ള
ഭാഗത്തുള്ള കുട്ടികൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ്. അത് പിന്നെ അടുത്ത ദിവസം ഉണ്ടെന്നാണ് ഞാൻ വീണ്ടും ആ പത്രം ശേഖരിച്ച് വായിച്ചു. അതെനിക്കൊരു ഹൃദയസ്പർശമായ ഒരു ലേഖനമായി തോന്നുന്നു. കാരണം പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ആ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ച് വളരെ പഠിച്ച് എഴുതിയ ഒരു കാര്യങ്ങളാണ് ഇതിന് വന്നത്. എനിക്ക് ഒട്ടേറെ പ്രയോജനപ്പെടുത്തുന്നതാണ്. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞ് ഞാനത് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് കിട്ടിയെന്നുള്ളത് ഞാൻ പിന്നീട് പത്രത്തിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അത് ഇത്തരം ലേഖനങ്ങൾ, ഇപ്പോൾ മാധ്യമമാണെങ്കിലും ഏത് പത്രമാണെങ്കിലും ഇത്തരം നല്ല ലേഖനങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇവിടെ അർത്ഥത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു നല്ല മാധ്യമ പ്രവർത്തകനാകാൻ ഒത്തിരി പ്രയാസമുണ്ട്. ആ ഒരു നല്ല മാധ്യമ പ്രവർത്തകനാകാൻ 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് സ്വപ്നം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു സുഹൃത്തുക്കളെയും അത് തന്നെയാണ് ഇതിലുള്ള നാനാ രംഗത്തുള്ള ആളുകളാണ്. പത്രപ്രവർത്തകർ മാത്രമല്ല, ജീവിതത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകളെ ഈ സന്തോഷകരമായ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ ഇവിടെ പത്രപ്രവർത്തക യൂണിയൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അസോസിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും എതിർപ്പിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ച MP അടക്കം ചൂണ്ടിക്കാണിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇന്ന് പത്രപ്രവർത്തന നിയമം എന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യമായ പ്രവർത്തനം വേണ്ടിയില്ല, കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. സത്യസന്ധമായ പ്രവർത്തനം എത്രകാലം നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് പോലും സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കാനും അത് നിലനിർത്താൻ പത്രപ്രവർത്തനത്തിന് ഒരു പങ്ക് വഹിക്കാനായിട്ട് കഴിയും. അതിന് റിട്ടയർ ചെയ്തു പോയി എന്നതുകൊണ്ട് ഇവിടെ ആ ജോലി ഒരു ഔദ്യോഗികമായ ഒരു റിട്ടയർമെന്റ് മാത്രമേ ഉള്ളൂ. ഇനിയും പ്രവർത്തിക്കാൻ ഇഷ്ടംപോലെ മേഖലകളുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ പ്രവർത്തിക്കാനും സ്വന്തമായി സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാനും ശ്രീ അശോകന് ഇനി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഭാഗങ്ങൾക്കും ഇല്ല നല്ല ഒരു ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഏറെ പ്രിയപ്പെട്ട പട്ടപ്പാറയുടെ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ശ്രീ അഷ്റഫ് പട്ടപ്പാറ ഔദ്യോഗികമായി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഒത്തുചേരുമ്പോൾ നമുക്കൊക്കെ അഷ്റഫുമായിട്ടുള്ള ഒട്ടേറെ വ്യക്തിപരമായ ബന്ധങ്ങൾ പറയാനുണ്ട് എന്ന കാര്യം സംശയം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ തൊടുപുഴയിൽ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഒഴികെയുള്ള ആളുകളൊക്കെ ഇടുക്കിയുമായി പലതരത്തിൽ ബന്ധങ്ങളുള്ളതാണ്. ഞാൻ ഈ ജില്ലക്കാരനാണ് എന്ന് വേണമെങ്കിൽ ഞാൻ അത് തെറ്റാണ്. കാരണം ഞാൻ നഴ്സറിയിലും മുമ്പിലും 2 മുതൽ 4 പിന്നെ ഭൂമിശാസ്ത്രപരമായി എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്ത് നിൽക്കുന്ന പുത്താട്ടുള്ള ഇടുക്കി ജില്ലയാണ് എന്നാണ് എറണാകുളക്കാർ പറയുന്നത്. അപ്പോൾ ഇടുക്കിയുടെ സങ്കീർണമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കിടയിൽ വിദ്യാർത്ഥി പ്രവർത്തകനായി പൊതുപ്രവർത്തകനായി ഒക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുമായിട്ടുള്ള ബന്ധം അത് വളരെ വർഷങ്ങളായിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ട ശ്രീ PT തോമസ് അദ്ദേഹവുമായി അഷ്റഫുമായി സംസാരിച്ച നിരവധിയായ മുഹൂർത്തങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു പത്രപ്രവർത്തകൻ എത്ര കണ്ട് തുറന്ന് എത്ര കണ്ട് ധൈര്യത്തോടെ സംസാരിക്കുകയും എഴുതുകയും ചെയ്യണമെന്നതിൻ്റെ ഉദാഹരണമാണ് അഷ്റഫ് പട്ടപ്പാറ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായി വിരമിക്കുന്നുവെങ്കിലും ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ കേരളത്തിലെ ജനകീയ പോരാട്ടങ്ങളിൽ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ, നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള കർഷകരുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിന്നും അതിശക്തമായി അദ്ദേഹത്തിൻ്റെ തൂലിക കൂടുതൽ
ചലിക്കുന്ന അത് ഈ സമൂഹത്തിന് ഗുണകരമാകുമെന്ന് ഞാൻ സംശയം ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ടുള്ള വ്യക്തിത്വ മാധ്യമ രംഗത്ത് പോലും ഇപ്പോൾ വാർത്തകൾക്ക് വേഗത കൂടിയ കാലഘട്ടത്തിലാണ് നമ്മൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കുന്ന ഒരു കാലഘട്ടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വാർത്ത വന്നു, ഞാൻ വീക്ഷണത്തിന്റെ ചോദ്യക്കാരെന്ന എന്നെ പലരും പഠിച്ചു, നിങ്ങൾ ഞാൻ മനോരമയും മാധ്യമവും പോലെ അടിക്കുന്നത് അതുപോലെ തന്നെ അടിച്ചിരിക്കുന്നതാണ്. ഇതൊരു പരസ്യമാണ് എന്ന് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാത്ത വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പരസ്യങ്ങൾ മാത്രമല്ല, പരസ്യങ്ങൾ മാറ്റി നിർത്തുക. ഇപ്പോൾ മാധ്യമരംഗം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ പരസ്യങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. എല്ലാം കൊടുക്കുന്ന സോപ്പിന്റെ പരസ്യം കൊടുക്കുമ്പോൾ ഈ സോപ്പ് എല്ലാത്തിനും നല്ലതാണെന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. പക്ഷെ പരസ്യങ്ങളല്ലാതെ വരുന്ന വാർത്തകൾക്ക് പോലും വിശ്വസനീയ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഗൗരവബോധത്തോടെ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾ അവരുടെ പ്രാധാന്യവും അവരുടെ സംഭാവനവും വളരെ വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മാധ്യമങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയോട് വലിയ കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾക്ക് സ്പീഡ് കൊടുത്ത ഒരു കാലഘട്ടത്തിൽ മാധ്യമരംഗത്ത് മാത്രമല്ല ഇന്ന് സൗഹൃദങ്ങൾ പോലും കുറയുന്നു. പണ്ടൊക്കെ പത്രപ്രവർത്തകരുമായി ഇപ്പോൾ ഞാനൊക്കെ ഒരു കഴിഞ്ഞ 10, 20, 25, 30 വർഷത്തോളം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. നമുക്കറിയാം, പത്രക്കാരുമായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് നാടിൻ്റെ ഒരു കറക്റ്റീവ് ഫോഴ്സാണ്. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള ദൗർബല്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന വഴികാട്ടികളായിരുന്നു പത്രപ്രവർത്തകരെങ്കിൽ അത് മാറി പത്രപ്രവർത്തകരുടെ, അഭിഭാഷകരുടെ, ഡോക്ടർമാരുടെ, സമൂഹത്തിലെ എല്ലാവരുടെയും നിലവാരത്തിൽ കുറഞ്ഞു വരുന്നത് പോലെ മാധ്യമരംഗത്തും ആ കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായി തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞ് എഴുതി അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അത് തെളിയിച്ചുകൊണ്ട് നിരവധിയായ പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ള അഷ്റഫ് വട്ടപ്പാറ അദ്ദേഹത്തിന്റെ സംഭാവനകൾ തീർച്ചയായും കേരളത്തിലെ മാധ്യമ രംഗത്ത് മാത്രമല്ല കേരളത്തിലെ പൊതുരംഗത്തും ശ്രദ്ധേയമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ഘട്ടങ്ങളിൽ പുതിയ അവാർഡുകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ അഷ്റഫ് വട്ടപ്പാറ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. CPI സംസ്ഥാന കൗൺസിൽ അംഗം പ്രിയപ്പെട്ടവരെ, CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം എന്നതിലുപരി പഴയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രീ അക്ഷരം വട്ടപ്പാറ പ്രായം കൊണ്ട് എൻ്റെ ഇളയ അനിയനും ബന്ധം കൊണ്ട് അടുത്ത സുഹൃത്തുമാണ്. 35 വർഷക്കാലത്തെ അഭിമാനകരമായ പത്രപ്രവർത്തനത്തിന് ശേഷം മാധ്യമ പ്രസിദ്ധീകരണത്തിലൂടെ ന്യൂസ് എഡിറ്റർ പദവിയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായി വിരമിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങളെ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ വിരുമ്പിക്കൊണ്ടിരിക്കുന്ന അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാവേണ്ട മാധ്യമങ്ങൾക്ക് ഈ കോർപ്പറേറ്റുകളെ നേരിട്ടുകൊണ്ട് ആ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കുറേയെങ്കിലും സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ പോലും സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ വാർത്തകളിൽ പലപ്പോഴും പ്രതിഫലിക്കുന്നുണ്ട്. മാധ്യമത്തിൻ്റെ ന്യൂസ് എഡിറ്റർ, അതിനു മുമ്പതിൻ്റെ ജില്ലാ ലേഖകൻ, തുടക്കത്തിൽ മാതൃഭൂമിയുടെ ലേഖകൻ, ഈ നിലകളിലെല്ലാം പ്രവർത്തിച്ച ശ്രീ അക്ഷർഫ് വാർത്തകളോട് സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ദേശീയ പുരസ്കാരങ്ങൾ, വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫീച്ചറുകൾ, തീർച്ചയായും അവാർഡുകൾ അക്ഷരത്തിനെ തേടി വരികയാണ് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നത്.
അവാർഡുകളുടെ അദ്ദേഹത്തെ തേടി വരികയാണ് ചെയ്തത്. അവാർഡുകൾക്ക് വേണ്ടി എഴുതുകയല്ല ചെയ്തത്. അങ്ങനെ പരിശോധിച്ചാൽ ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഈ കാലം മുഴുവൻ അദ്ദേഹം നിർവഹിച്ചത്. ഇപ്പോൾ മാധ്യമത്തിൻ്റെ ന്യൂസ് എഡിറ്റർ പദവിയിൽ നിന്നാണ് പിരിയുന്നത്. മാധ്യമരംഗത്ത് ഇനിയും ഏറെ കാര്യങ്ങൾ ശേഷത്തിൽ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമാവാതെ തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകൾ പണ്ടത്തേക്കാളും ഏറെ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മാധ്യമ രംഗത്ത് ഇനിയും ഏറെ ശോഭിക്കുവാൻ പ്രിയപ്പെട്ട ശ്രീ അഷറഫ് വട്ടപ്പാറയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ പലകാലം ആദരിക്കപ്പെടുന്ന ആദരണീയും ആയ വേദിയിലെയും സദസ്സിലെയും നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ ഈ അഷ്റഫിൻ്റെ വിചാരണ കൊണ്ടുവരുന്നത്. എന്നെ സംബന്ധിച്ച് അഷ്റഫ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ, വളരെയേറെ കാലം മുമ്പ് തന്നെ അഷ്റഫ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ഞാൻ അഷ്റഫിനെ കഴിയുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സിൽ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് എനിക്ക് അദ്ദേഹവുമായി നടക്കുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെ കാലത്തുള്ള ബന്ധം അഷ്റഫുമായിട്ട് എൻ്റെ ഒരു കൊച്ചു അനുജൻ എന്നുള്ള നിലയിലാണ് ആദ്യമായി അഷ്റഫിനെ കണ്ട ആ നാൾ പോലെ ഇതുവരെയും ആ ബന്ധം അദ്ദേഹത്തെ നിലനിർത്താനും ആ സ്നേഹം നിലനിർത്താനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഷ്റഫിന് ശേഷമാണ് ഒരു മാധ്യമ പ്രവർത്തകനായി മാറുന്നത്. ആ മാധ്യമ പ്രവർത്തകനായിട്ട് മാറിക്കഴിയുമ്പോൾ പഴയ ബന്ധങ്ങളൊക്കെ ഏറ്റവും നന്നായി നിലനിർത്തുന്നത് എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നീതിപൂർവമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അഷ്റഫ് വളരെ വിമുഖനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. സത്യസന്ധമല്ലാത്ത വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അഷ്റഫ് അസ്വസ്ഥനായി വളരെ പെട്ടെന്ന് അസ്വസ്ഥനാകുന്നൊരു സ്വഭാവം. പച്ച കള്ളം പലപ്പോഴുമൊക്കെ വാർത്തകളായി വരുമ്പോൾ അതിനോട് വളരെ അസ്വസ്ഥതയോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ അഷ്റഫിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തൻ്റെ ജോലി എന്നുള്ള നിലയിൽ, തൻ്റെ ആ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പരമാവധി സത്യസന്ധതയോടും നീതിബോധത്തോടും ആ ജോലി നിർവഹിക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എന്തായാലും അർഹിക്കുന്ന ഒരു ചടങ്ങ്, അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങൽ ചടങ്ങ് എന്നുള്ള നിലയിൽ ഞാൻ കാണുകയാണ്. ഈ മേഖലയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ, മാധ്യമ മേഖലയിലെ ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള പ്രശസ്തർ ഉൾപ്പെടെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത് മാധ്യമ അഷ്റഫിനുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തോടുള്ള ആ സ്നേഹ ആദരവുകൾ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് 4 പതിറ്റാണ്ടായിട്ടുള്ള ആ ബന്ധം ഇനിയും തുടരാൻ ഞങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധം തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി. 60 വയസ്സായി എന്നത് എനിക്ക് സംശയമാണ്. 60 ഞാൻ തന്നെ നേരത്തെ റിട്ടയർ ചെയ്യുന്ന ആളായിട്ടാണ് തോന്നിയത്. ഏതായാലും 60 ഉണ്ട് എന്ന് നിന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. 58. ഓക്കെ. എപ്പോഴും അഷ്റഫിനെ കണ്ടിട്ടുള്ളത് നിറപുഞ്ചിരിയും വിനയവുമാണ്. പുഞ്ചിരിയെ കുറിച്ച് പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞത്, നിന്റെ സ്നേഹിതന് നൽകുന്ന പുഞ്ചിരിക്ക് സദക്കയുടെ മൂല്യമുണ്ട് എന്നാണ്. സദക്ക എന്ന് പറഞ്ഞാൽ ദാനമാണ്.
അപ്പൊ നീ നൽകുന്ന മനോഹരമായ പുഞ്ചിരിക്ക് ദാനത്തിന്റെ കൂലിയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അക്ഷരത് ആവശ്യം പോലെ കൊടുക്കാറുണ്ട് എന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും ദാനം കൂടി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 20ഓളം പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ കണ്ണടച്ചിരിക്കുമ്പോൾ അഷ്റഫ് കണ്ണു തുറന്നു പിടിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ്. പത്രക്കാരൻ ജനം കണ്ണടയ്ക്കുമ്പോൾ അവന്റെ കണ്ണ് തുറന്നിരിക്കണമെന്നതാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ണുക, ഉടുക്കുക, ഉറങ്ങുക എന്നത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളാണ്. സത്യത്തിന് കേരളീയരും പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കേരളീയർ ഇത് മൂന്നും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നലത്തെ വാർത്ത, അന്നത്തെ വാർത്ത കേട്ടിട്ട് ഉറങ്ങുക എന്നത് അവൻ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് കലാവാസനയാണ്. അത് വർദ്ധിച്ചു വരാൻ കഴിയുമ്പോഴെങ്കിൽ പോലും അതൊരു കലാവാസനയാണ്. അത് ദൈവം തമ്പുരാൻ വരദാനമായി അഷ്റഫിന് കൊടുത്തിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ മുഖം സാക്ഷിയാണ്. ഇനി തുടർന്നുള്ള കാലഘട്ടവും ഇതേപോലെ തന്നെ നിർത്താതെ ഇപ്പോ ഒരു ചെറിയ പൂച്ചുവിലുമുണ്ട്. അഷ്റഫ് നിൽക്കുന്ന ആ പത്രത്തിന് എന്തായാലും അതിൻ്റെതായ അതിർവരമുണ്ട്. അതൊക്കെ മാറ്റി സ്വതന്ത്രമായി ചിന്തിക്കാനും പൂർണ്ണമായി എഴുതാനും ഒക്കെ കഴിയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകൾ നിർത്തുന്നു. നമസ്കാരം. മറ്റ് വിശിഷ്ടാതിഥികൾ അഷ്റഫിന് യാത്രയയപ്പ് എന്നൊരു തലക്കെട്ടാണ് കണ്ടത്. എനിക്ക് തോന്നുന്ന അഷ്റഫിന്റെ യാത്ര തുടങ്ങിയിട്ടേ പ്രവർത്തനമാണ്. അഷ്റഫിന് 30 വർഷത്തോളമായിട്ട് കുടുംബത്തെയും ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അഷ്റഫിന് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. RIP അല്ലെ റെസ്റ്റ് ഇൻ പീസ് മാത്രമേ പുള്ളിക്ക് സാധിക്കത്തുള്ളൂ. കാരണം അത്രയധികം വൈബ്രന്റ് ആയിട്ടുള്ള തീഷ്ണതയുള്ള ഒരു പത്രപ്രവർത്തകനാണ് അഷ്റഫ്. അഷ്റഫിനെ മാധ്യമപ്രവർത്തനം കൂടാതെ പ്രസ് ക്ലബ് പ്രസിഡന്റായിരിക്കുമ്പോൾ ഓരോ പ്രസ് റിപ്പോർട്ടറും അഡ്മിറ്റ് ആകുമ്പോഴും മിനിമം 3 പ്രാവശ്യമെങ്കിലും എന്നെ വിളിച്ചിരിക്കും. അതുപോലെ തന്നെ ക്രിസ്മസിന് എന്തെങ്കിലും കേക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ്. അതുപോലെ തന്നെ കുടുംബത്തിനാണ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. പിള്ളേരെ കളിക്കുമ്പോഴൊക്കെ മിനിമം ഒരു 4 പ്രാവശ്യമെങ്കിലും എത്ര ബിസിയാണെങ്കിലും ഒന്ന് നോക്കും. എല്ലാ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും പുള്ളി വളരെ നന്നായിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് കാണാറുണ്ട്. സോ അഷ്റഫിന് എല്ലാ ഭാഗങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. ഒരു യാത്രയ്ക്ക് സമ്മാനത്തെ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ പത്രങ്ങളിൽ ഏറ്റവും 2000 കാലഘട്ടം മുതലിപ്പോൾ ഒരുപാട് പത്രവാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. താമസിക്കുന്ന വീടാണെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള ജോലിക്കാരും അവസരത്തിന് ആദ്യമായി ഞാൻ താമസിക്കാൻ തുടങ്ങുന്നതും ജില്ലാ പഞ്ചായത്തിലുള്ള സമയത്താണ് അവസരത്തിൻ്റെ പ്രവർത്തനം പത്ര വാർത്തകൾ പിന്നെ പരിചയപ്പെടാറുണ്ട്. സത്യത്തിൽ അന്ന് പത്രങ്ങളിലൂടെ വന്ന വാർത്തയെ ഓർത്താൽ അത്രയേറെ രണ്ടുപേരും എതിരാളികളായി വൈരുദ്ധ്യമായ സമീപനങ്ങൾ സ്വീകരിച്ചു. രാഷ്ട്രീയമായി കാണും എന്ന് പോലും ഞാൻ കണക്കാക്കി. അവിടെ തുടങ്ങിയതാണ് പിന്നീട് വസ്തുതകളിലൂടെ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രങ്ങളായി മാറി. ഇതിപ്പോൾ മറ്റൊന്നിലും ഒരു നിലയിൽ അല്ലെങ്കിൽ പോലും സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നു. പത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ പത്രപ്രവർത്തകർ ആദ്യം മനസ്സിലാക്കുന്ന ആ വസ്തുതകളെല്ലാം പത്രത്തിൽ വരണം. പത്രത്തിന്റെ മാർക്കറ്റിംഗ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകത്തിലാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 20 വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു 8 സെന്റിൽ ഇപ്പോഴും ചർച്ചയിലുള്ള ആളാണ്. കോടതി കേസായി 23 വർഷമായി. ഇപ്പോഴും വാർത്തകളുണ്ട്.
അന്നത്തെ വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ വസ്തുതകൾ ഇന്നും പത്രപ്രവർത്തകർക്ക് വായിക്കാവുന്ന വസ്തുതകളിലൂടെ എങ്ങനെയാണ് ചെല്ലുന്നത്. ഈ അസറത്തിനെ സംബന്ധിച്ച് അന്ന് എന്താണ് എഴുതി തുടങ്ങിയത്, അതിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ ആ വസ്തുതയെ കാണാൻ സാധിക്കും. അങ്ങനെ സൗഹൃദത്തിൽ വളരെയേറെ എത്തിച്ചേർന്ന ഈ അവസരത്തിൽ ജനാധിപത്യ വ്യവസ്ഥ ഭരണകൂടത്തിൽ ജനപ്രതിനിധികൾ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാലാമത്തെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലം എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തകർ. അങ്ങനെ വസ്തുതകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്ന വാർത്തകളല്ലാത്ത നിലയിലേക്ക് കുറേ കൂടി ശ്രദ്ധിക്കുകയും അതിൻ്റെ വല്ല ചുരുക്കാത്ത നിലയിൽ വാർത്തകൾ എത്തിക്കുവാൻ ശ്രദ്ധിക്കുന്നതിലും കുറേ കൂടി സർക്കാർ വിജയിക്കുവാൻ നല്ല നിലയിൽ കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ അറിയുവാൻ സാധിച്ചു. ഇതിനെ വിളിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു വരണോ വേണ്ടിയത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ കാര്യത്തിലേക്ക് വാസ്തവത്തിലുള്ള ആശംസകൾ അവർക്ക് അറിയിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു പത്രപ്രവർത്തകരുണ്ട് പ്രായമാകുകയും ഞാൻ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ബോധ്യപ്പെടുന്ന സമൂഹത്തോട് അറിയിക്കുന്ന ഒരു പട്ടികയല്ല. അതിൻ്റെ പല കാരണങ്ങളും. എന്തായാലും ആ അവസരത്തിൽ ഇങ്ങനെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാനും ഈ തുടർന്നു വന്നിട്ടുള്ള ഒരു ജോലി എന്നുള്ള നിലയിലേക്ക് ഈ വസ്തുതകൾ പങ്കുവെക്കുവാനും അസറപ്പിൽ കഴിഞ്ഞിട്ടുള്ളതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെയും ഒപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അസറപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവിയിൽ പുതിയ ഏതെങ്കിലും മേഖലകൾ ഏറ്റെടുക്കുവാനും ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ജോലികൾ മുമ്പോട്ട് പോകാനും വിജയം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുറ്റുന്നു. എല്ലാവർക്കും നല്ല ആശംസ. പത്രപ്രവർത്തകൻ എന്നതിനേക്കാൾ നല്ല സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ എറണാകുളത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഞാൻ ഓഫീസിൽ പോയി. അതുപോലെ മിക്കവാറും കൂടുതലൊക്കെ ചെയ്യപ്പെടുകയും ഇന്നലെയും കൂടി ഞാൻ സംസാരിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും നല്ലൊരു സുഹൃത്ത് എന്ന നിലയിൽ പ്രവർത്തിച്ച പ്രത്യേകമായിട്ട് ഞാൻ കരുതുന്നില്ല. കൂടുതൽ കൂടി ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ആശംസിക്കുന്നു. പ്രിയ പ്രസിഡന്റ് ഇന്നത്തെ വിശിഷ്ട അഷ്റഫ് പട്ടപ്പാറ. എനിക്ക് അഷ്റഫിനെ കുറിച്ച് നമ്മുടെ പത്രപ്രവർത്തകരുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ അവരുടെ സ്വന്തം എന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയത് കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട അഷ്റഫ് എന്നോട് സംസാരിക്കുമ്പോൾ കത്തോലിക്ക മനസ്സിലാക്കാനായിട്ട് തോന്നി. കത്തോലിക്ക സഭയെക്കുറിച്ചും കത്തോലിക്ക മനസ്സിനെക്കുറിച്ചൊക്കെ വളരെ അടുപ്പത്തിൽ സംസാരിക്കുന്ന അഷ്റഫ്. അത് അഷ്റഫിന് വലിയ മനുഷ്യനുള്ളവരാണ്. അതിനാൽ തുടർന്നുള്ള ജീവിതത്തിലും അഷ്റഫിന് നല്ലതും നന്മയും മാത്രമേ ഉണ്ടാവുന്ന ഉറപ്പുകൊണ്ട് അഷ്റഫിനും കുടുംബങ്ങൾക്കും എല്ലാവിധ അധ്യക്ഷൻ പ്രിയപ്പെട്ട വിനോദ് ജെയ്സൺ, മാധ്യമപ്രവർത്തകരും വിരമിക്കൽ എന്നത് ഒരു സാങ്കേതികത മാത്രമായി മാറുന്നത് പ്രിയപ്പെട്ട അക്ഷരപ്പാറയുള്ളവരുടെ മുമ്പിൽ മാത്രമാണ്. ഏതാണ്ട് 4 മുമ്പ് കട്ടപ്പനയിൽ പ്രാദേശിക പ്രവർത്തനമായി തുടങ്ങിയപ്പോഴുള്ള 25 വർഷം ഞങ്ങൾ ഒരു ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. പിന്നീട് ഞാൻ വഴിമാറി പോലീസിൽ പോയി. അപ്പോൾ അങ്ങനെ ചെന്നപ്പഴി അതിനകത്തും ഒരു മാധ്യമപ്രവർത്തനം റോഡ് കിട്ടി. ഒരു പോലീസുകാരുടെ മാധ്യമത്തിൻ്റെ കാവൽക്കരയിൽ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ചുമതല. അപ്പോഴും അദ്ദേഹമായിട്ടുള്ള ബന്ധം തുടർന്നു. ഇന്നിപ്പോൾ വിരമിക്കുന്നത് വരെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിരമിക്കാൻ സാധ്യമല്ല. സൂചിച്ചപ്പോൾ തന്നെ ഒരു മാനവികതയുടെ കാവൽക്കാരനായിരുന്ന മാധ്യമപ്രവർത്തനായിരുന്ന പ്രകാശം കേരളത്തിൽ മാധ്യമപ്രവർത്തകൻ കൊതിക്കുന്ന എല്ലാവിധ പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയ വ്യക്തി, അംബേദ്കർ സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം ഉൾപ്പെടെ. അദ്ദേഹത്തിന് വിരമിച്ച് വീട്ടിലിരിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ കുടുംബത്തിന് കൂടുതൽ അദ്ദേഹത്തെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും താല്പര്യം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭാവി ഒരു പൊതുരംഗത്ത് തന്നെ നിലനിൽക്കുന്നതാവട്ടെ എന്നുള്ള ആശംസ മാത്രം പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു ചടങ്ങ് സംഘടിപ്പിച്ച മാധ്യമം ഇവിടുത്തെ പ്രശ്നത്തിന് അനുമോദനം നൽകുന്നത് നിർത്തുന്നു. നന്ദി. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, അഷ്റഫ് കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട്
ഞാൻ എൻ്റെ ഒരു റിട്ടയർമെൻ്റാണ് 60 വയസ്സായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അഷ്റഫ് ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ 60 വയസ്സായി ഇപ്പോഴും കണ്ടാൽ അഷ്റഫിനെ കണ്ടാൽ തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കപ്പച്ചനെ PJ ജോസഫിനെ PJ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന തൊടുപുഴത്തെ ഏക മാധ്യമ പ്രവർത്തകൻ എനിക്ക് വന്ന ഒരു പക്ഷേ അഷ്റഫായിരുന്നു. അഭിഷന് എന്നും പ്രിയപ്പെട്ടവരായിരുന്നു അഷ്റഫിന് എന്നും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു PJ ജോസഫ്. ധാരാളം പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയ വാർത്തകളല്ല, വ്യക്തിപരമായ വാർത്തകളും ഒക്കെ പോസിറ്റീവായിട്ട് എന്നെക്കുറിച്ചൊക്കെ അഷ്റഫ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് എന്നെ വിളിച്ചു പറയും, കണ്ടായിരുന്നോ ചോദിക്കും. ഞാൻ പറഞ്ഞ അഷ്റഫെ കണ്ടു, താങ്ക് യു എന്നൊക്കെ പറയും. ഇവിടെ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമ പ്രവർത്തകന് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ചിലർക്കൊക്കെ വൈകുന്നേരമാകുമ്പോൾ കൈമറക്കും എന്ന് പറയുന്ന പോലെ അഷ്റഫിന് വീട്ടിൽ പോയിരുന്നാലും ഓരോ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ തൂലിക ഇനിയും ചലിക്കും. നേരത്തെ ഷുക്കൂർ സാഹിബ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു മാധ്യമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് വെളിയിൽ വന്ന ഒരു അഴിച്ചുവിട്ട ഒരു യാഥാർത്ഥ്യത്തെ പോലെ ഇതിലും വീണ്ടും എന്ന് പറയുന്ന ശക്തി ഏറിയ ഒരു മാധ്യമ പ്രവർത്തനം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു നവമാധ്യമങ്ങളുടെ കാലമാണ്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അതിന് ഫേക്ക് ന്യൂസുകളും ഇല്ലാത്ത വാർത്തകളും വ്യക്തിഹത്യയൊക്കെ ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആളുകൾ വിനിയോഗിക്കുമ്പോൾ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയം അഷ്റഫ് തീർച്ചയായിട്ടും ആ മേഖലയിൽ ഈ സമൂഹത്തിന് പിന്നിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പല ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ കണ്ണു തുറക്കുന്നു എന്ന് പറയുന്നത് പോലെ സമൂഹത്തെ സത്യത്തിന്റെ പാതയിൽ നയിക്കുവാനും സത്യം എന്താണെന്ന് അല്ലെങ്കിൽ നടക്കുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് സമൂഹത്തെ ഇനിയും അറിയിക്കുവാനുള്ള ഒരു നല്ല ഒരു മാധ്യമ പ്രവർത്തനമായി ഇനി മുന്നോട്ട് പോകുന്നതിന് നിർദ്ദേശിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നേരട്ടെ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതി കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്ന ഒരു വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, എനിക്ക് എന്നോട് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ വളരെ ഗാഠമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് അക്ഷരക്കും ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യുന്ന ഈ സമയം ഞങ്ങൾക്ക് ഞാൻ പറയാൻ ലോങ് ടൈമല്ലോ ഈ റിട്ടയർ ചെയ്യാനായിട്ടുള്ള സമയവും പ്രായമൊന്നും ആയിട്ടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ജീവിത നമ്മുടെ സമൂഹത്തിൻ്റെ തിങ്കിങ്ങിൽ റിട്ടയർമെന്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. അല്ലെങ്കിൽ നോമിനേഷൻ റിട്ടയർ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ sort of in a different way of looking at things. അതുകൊണ്ട് അഷ്റഫ് നോക്കൂ, I think you should not retire. ആരുടെയെങ്കിലും ജീവിതത്തിൽ റിട്ടയർമെന്റ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി മാധ്യമപ്രവർത്തനത്തിന്റെ ഒരുപാട് ഏഴുകളിൽ സിദ്ധാന്തമുണ്ട്. മാധ്യമം മാത്രമല്ല you should have your own way of doing things. അപ്പോൾ എല്ലാവരുടെ ഭാവങ്ങളും ഇനിയും അഷ്റഫിൻ്റെതായ കാര്യമായ കൂടുതൽ ബന്ധത്തെ കൊണ്ടുവരുവാൻ ശ്രമിക്കണം. മാധ്യമ പ്രവർത്തനത്തിൽ മാത്രമല്ല, spread your activities more, much more better fields and various fields. So എല്ലാ ഭാവങ്ങളും താങ്ക് യു ഫോർ ഫോളോയിങ് മീ. താങ്ക് യു. സൗകര്യമായിട്ടുള്ള ബന്ധം വളരെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഔന്നത്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. സമയം വൈകുന്നതിനാൽ മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂമിക വീണ്ടും ശക്തമായി ജനിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.
നടന്ന ഈ അസറപ്പട്ടപ്പാറയ്ക്ക് നൽകുന്ന ഈ യാത്രയിൽ സമ്മേളനത്തിൽ സംസാരിച്ച നിരവധി ആളുകൾ സംസാരിച്ചവരെല്ലാം ഒട്ടേറെ നല്ല വചനങ്ങൾ പറഞ്ഞു. പക്ഷേ എല്ലാവരും അങ്ങേയറ്റം പക്വത പാലിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ പോലും മനഃപൂർവ്വം പൊക്കി പറയണം, ഒന്ന് പ്രശംസിക്കണമെന്ന് കരുതി പറഞ്ഞില്ല. എല്ലാം സത്യസന്ധമായി ആത്മാർത്ഥമായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് എനിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. വളരെ ആത്മാർത്ഥമായ ബന്ധം ഔദ്യോഗിക ജീവിതകാലത്തും പിന്നീട് ഇവിടുന്ന് കൊണ്ടുവരുന്ന മാറിയ കാലത്തും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. വേദിയിൽ സദസ്യഭൂഷണായിട്ടുള്ള സുഹൃത്തുക്കളെ, ശ്രീ അഷ്റഫ് പട്ടപ്പാറ തൊടുപുഴയിലെ മാധ്യമ പ്രവർത്തനവുമായി വന്ന കാലം മുതലുള്ള ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. 3 തരത്തിൽ അദ്ദേഹത്തോട് ബന്ധപ്പെടുവാൻ എനിക്ക് സാധിച്ചു. ആദ്യം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു പത്രപ്രവർത്തകരോടുള്ള ബന്ധമായിരുന്നു അദ്ദേഹത്തോടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ പത്രപ്രവർത്തകനായി മാറിയപ്പോൾ 3 വർഷക്കാലം ജന്മഭൂമിയുടെ ഈ ബ്യൂറോ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് പത്രപ്രവർത്തകർ എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം അഷ്റഫുമായി ഉണ്ടായി. പിന്നീട് അഷ്റഫും ഞാനും ഒരേ കെട്ടിടത്തിന്റെ മുകളിലും താഴെയുമായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അയൽവക്കക്കാരെന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായി. അങ്ങനെ ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധം. നമുക്കറിയാം, ഈ രാഷ്ട്രീയ രംഗത്തെ എല്ലാം അസ്പർശ്യത നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും വളരെ നല്ല ഒരു സൗഹൃദ ബന്ധം അദ്ദേഹത്തോട് സ്ഥാപിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പത്രത്തിന്റെ രാഷ്ട്രീയമാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിലും അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാള് എന്നുള്ള നിലയിൽ പോലും അദ്ദേഹത്തോട് വളരെ നല്ല സൗഹൃദം പുലർത്തുവാൻ ഇവിടെ സുക്കൂർ സാർ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ടല്ലാതെ ഇന്നേ വരെ അഷ്റഫിനെ കാണാൻ സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും ചിരിച്ചുകൊണ്ടല്ലാതെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉപവയ്ക്കുന്ന ആ അഷ്റഫ് പട്ടപ്പാറയാണ് വർഷങ്ങളായി ഞാൻ കാണുന്നത്. അതിവിടുന്ന് പോയതിനു ശേഷം രണ്ടാമത് വന്നപ്പോഴും എല്ലാം തന്നെ ആ ഒരു സൗഹൃദം അദ്ദേഹത്തോടൊപ്പം സാധിച്ചു. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ വാക്കുകൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവരും പറഞ്ഞതുപോലെ പുതിയ മാനങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഇനി പത്രപ്രവർത്തന രംഗത്ത് തുടരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് പുസ്തകങ്ങൾ രചിക്കുവാൻ കഴിയും. വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ലേഖനങ്ങളും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാൻ കഴിയും. അപ്പം ഒരു നല്ല എഴുത്തുകാരനായി മാറി പത്രപ്രവർത്തന രംഗത്തോടൊപ്പം തന്നെ നല്ല ഒരു എഴുത്തുകാരനായി അദ്ദേഹത്തെ ഭാവി തലമുറ കാണട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട വിനോദ്, പ്രിയപ്പെട്ട അഷ്റഫ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സമയം വളരെ പരിമിതമായതുകൊണ്ട് ചുരുക്കമായി 2 വാക്കുകൾ. അഷ്റഫ് പത്രത്തിൽ നിന്ന് റിട്ടയർ പ്രവർത്തനത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്യരുത് എന്നാണ് അഭ്യർത്ഥന. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിലേക്ക് അഷ്റഫും ഞാൻ തമ്മിലുള്ള ബന്ധം വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അതിനും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുമായിരുന്നു ബന്ധപ്പെട്ട് തുടങ്ങിയത്. പലപ്പോഴും അദ്ദേഹം തുറന്ന് അഭിപ്രായങ്ങൾ പറയുന്നതാണ് അദ്ദേഹവും ഞാനുമായി നല്ല ബന്ധത്തിലേക്ക് എത്താൻ ഇടയാക്കി. അഷ്റഫിന് ഭാവി ജീവിതം സന്തോഷകരവും സുഖകരവുമാകട്ടെ, എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അഡ്വക്കേറ്റ് ജോസഫ്
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഷ്റഫിനെ സംബന്ധിച്ചുള്ള എല്ലാവരും പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. അതെല്ലാം ഞാൻ എൻഡോഴ്സ് ചെയ്യുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒറ്റ പ്രത്യേകതയുള്ള ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ മതേതരവാദിയാണ് എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് എടുത്തു പറയാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ എഴുത്തിലും വായനയിലും പ്രസംഗത്തിലും സംസാരത്തിലുമെല്ലാം അത് വളരെ കൃത്യമായി നിർണയിച്ച് കാണുന്നുണ്ട്, എടുത്തു കാണുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നതായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ ഉള്ള ആ സർക്കാരിനെക്കുറിച്ചും ഒരു വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നല്ല പത്തിരിയും മട്ടൻ കറിയും അത് സൂപ്പർ ഭക്ഷണം അദ്ദേഹം തന്നിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇവിടെ ഉണ്ട്, 2 ഉമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അതിനും പ്രത്യേകമായിട്ട് ആ സവിശേഷതയെ കൂടി പറഞ്ഞുകൊണ്ട് അഷ്റഫിന് മനസ്സും കയ്യും ഉള്ളിടത്തോളം കാലം ഇത് നന്നായി എഴുതാനും എല്ലാം കഴിയും. അദ്ദേഹം തുടരത്തെ മാത്രം ആശംസിക്കുന്ന വാർത്ത വയറിഞ്ഞു ഭക്ഷണം കഴിക്കുകയും സദസ്സറിഞ്ഞ് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതുകൊണ്ട് ദീർഘമായി സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വശത്ത് വിശപ്പിൻ്റെ വിളിയുമുണ്ട്. ഒരു സമ്മിശ്ര വികാരത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്നത്. ബഹുമാനായ ശ്രീ അഷ്റഫ് പട്ടപ്പാറ നമ്മളിൽ നിന്ന് ഔദ്യോഗികമായി ആണെങ്കിലും വിട്ടുപോകുന്ന ഒരു നിമിഷം. സമ്മിശ്ര വികാരം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവും പ്രിയ പത്നിയും ഭാര്യ മാതാവും ഇവിടെ ഏർപ്പെടും. അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ സന്തോഷമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം അവർക്ക് ബഹുമാനായ ശ്രീ അഷ്റഫിനെ ഇനി 24 മണിക്കൂറും ലഭ്യമാകുന്ന ദിനങ്ങളാണ്. ഇവിടെ എല്ലാവരും ആവർത്തിച്ചതുപോലെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തുറക്കപ്പെട്ട കൂടിൽ നിന്ന് സമൂഹത്തിൽ പുതിയ മാധ്യമത്തിന്റെ തലങ്ങളിലൂടെ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സ്റ്റീഫൻ അരീക്കര ഇന്നലെ അമേരിക്കയിൽ നിന്ന് സാന്ദർഭികമായി വിളിക്കുകയും ഞാൻ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടി നന്മ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുവാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഈ വേദിയിൽ പറയണമെന്ന് എന്നെ പാതിരാത്രിയിൽ വിളിച്ച് ഉണർത്തി പറഞ്ഞത് ഞാൻ അതുപോലെ നിർവഹിക്കുകയാണ്. ബഹുമാനായ അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളും സമൃദ്ധിയോട് കൂടിയിട്ട് മാന്യമായിട്ടുള്ള തുടർ ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി നല്ലൊരു ഗായികയാണ്. അദ്ദേഹത്തെ പാട്ടുപാടി താരാട്ടുപാടിയൊക്കെ കൊണ്ടു നടക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവുമാണ് ഇനി മുതൽ വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിർത്തുന്നു. നമസ്കാരം. വാർത്തകൾക്കായി ഒരു മേഖലയിൽ മാത്രമിരിക്കാതെ ദുർഗമമായ നമ്മ കാടിലൂടെയും മലയിലൂടെയും പുഴകളിലൂടെയും മുണ്ടപ്പെരിയാറിലൂടെയും എല്ലാം അരഞ്ഞു കഴിഞ്ഞ് വാർത്തകൾ ശേഖരിച്ച് ഇടുക്കിയുടെ ഭൂപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ആവശ്യങ്ങളെല്ലാം ലോകത്ത് എത്തിച്ച ഇടുക്കിയുടെ ഒരു കരുത്ത് സംസ്ഥാനത്തുടനീളം അറിയിച്ച ഉത്തമനായ എല്ലാവരോടും സൗഹൃദത്തുള്ള ഒരു പത്രപ്രവർത്തകരാണ് ശ്രീ അഷ്റഫ് പട്ടപ്പാറ. മാതൃഭൂമി ടീമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു വന്നവരാണ്. നിരന്തരവും നിർണായകവും അനിവാര്യമായ ഇടപെടലാണ് ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ടത്. അത് യഥാവിധി നിർവഹിച്ച ഒരു പത്രപ്രവർത്തകരാണ് അഷ്റഫ് പട്ടപ്പാറയ്ക്ക് എല്ലാവരും മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊള്ളുന്ന നമസ്കാരം. വളരെ മനുഷ്യൻ നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇത് മാത്രം എനിക്ക് പറ്റിയില്ലാത്തൊരു കാര്യം, ഈ വേദി അഭിമുഖീകരിക്കാനുള്ളത് മാത്രം
പറഞ്ഞില്ലേ നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എനിക്ക് എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഇത് സാധ്യമല്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് പറയാൻ വിചാരിക്കുകയാണ്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ പേരുണ്ട്. പ്രസംഗത്തിലോ അതല്ലെങ്കിൽ ഈ നാട്ടുകൂടിയോ അതായത് വേദി അഭിനയിക്കുന്ന കാര്യത്തിലോ അതിൽ എഴുത്തിലോ പ്രാഗൽഭ്യം നേടിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പോലും ഞാൻ ചില കാലത്ത് പറഞ്ഞു കൊടുത്ത് അത് പ്രിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം അത് ഞാൻ ഇങ്ങനെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ കേട്ട വാക്കുകൾ അത് എനിക്ക് വലിയ പ്രചോദനവും ഇനി അങ്ങോട്ട് വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ആദ്യമായിട്ട് പറയാറ്. പിന്നെ വേറെ കാര്യത്തിനകത്ത് സത്യമായിട്ട് പറഞ്ഞ കാര്യം എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. പല എന്താ പറയുക യാത്രയൊക്കെ വന്നപ്പോഴൊക്കെ യാത്രയോട് വയ്ക്കാൻ ശ്രമിച്ചിരിക്കാൻ അത് സ്നേഹബന്ധമായിട്ട് തടഞ്ഞിട്ടുണ്ട്. എനിക്കത് കേട്ടിരിക്കാനുള്ള ശക്തിയില്ല. അത് എന്തുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ നടക്കുന്ന സംഭവം ഇതിനകത്ത് അത് രേഖപ്പെടുത്തലാണെന്ന് എൻ്റെ വളരെ സീനിയറായ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇതിനെ സംബന്ധിച്ചത്. അപ്പം അതുകൊണ്ട് വളരെ അങ്ങനെ എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പിന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചത് മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അപ്പം അതുകൊണ്ട് മനസ്സിൽ നടന്ന ഇഷ്ടവും നല്ല അനുഭവങ്ങളും എൻ്റെ മുന്നിൽ ഇതിനെക്കുറിച്ച് എല്ലാം ഉണ്ട്. ഓരോരുത്തരെയും എടുത്തു പറയാൻ എളുപ്പമല്ല എന്നുള്ളതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ഓരോരുത്തരെയും സാന്നിധ്യം ഞാൻ അംഗീകരിക്കണം വിലമതിക്കുന്നു. അത് എനിക്കത് പറഞ്ഞത് എനിക്ക് അറിയാവുന്നത്. അത് എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക കണ്ണ് നിറയും നല്ലോണം കണ്ണ് കഴിയുന്ന സന്ദർഭമായിരിക്കും. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ എനിക്ക് നിങ്ങളെല്ലാം കൂടെ ഇഷ്ടം പ്രത്യേകിച്ച് പ്രകടിപ്പിക്കുന്ന കാര്യമില്ല. ഇത് ഇക്കാലമൊക്കെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ അകമഴിഞ്ഞ് എത്രയും സ്നേഹമാണ് എനിക്ക് എഴുത്തിനും അതുവഴി അംഗീകാരത്തിനും. അംഗീകാരം ഇപ്പം ചെറുതാണെങ്കിൽ അത് ഒരു സംഭവം തന്നെയാണ്. അത് കിട്ടാനും ഒരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങളെയൊക്കെ ഒരു വലിയ ഒരു നിങ്ങളെ എനിക്കാണെന്ന് കരുതുകയാണ്. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. അതിന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയുള്ള കാര്യം നന്ദി പറയാവുന്നതാണ്. അത് ഈ പരിപാടി നന്നായി സംഘടിപ്പിക്കാൻ വിലപ്പെട്ട സമയം കളഞ്ഞു ജോലിശൂന്യം വെട്ടിക്കുറച്ചു അങ്ങേയറ്റം പരിശ്രമിച്ച പ്രിയപ്പെട്ട സഹോദരൻ പ്രസിഡന്റ് സെക്രട്ടറി ജെയ്സ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം അതിനോട് തുടർന്ന് എന്നോട് വലിയ രീതിയിൽ ഉള്ളൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രസിഡന്റ് പ്രിയ ശ്രീ വിനോദ് അദ്ദേഹത്തിന് നന്ദി പറയേണ്ട കാര്യം പോലുമില്ല. കാരണം ഈ പറഞ്ഞ ഏറ്റവും ആദ്യം അടുപ്പവും സൗഹൃദവും ഉണ്ടായി അർഷകേട്ട എന്നുള്ള വിളി തന്നെ എന്നെ സ്വാധീനിക്കുന്നതാണ്. അത് ഞാൻ മറ്റൊരു പറഞ്ഞിട്ടുമല്ല. അതല്ലാതെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കാരണം അത്രത്തോളം ഉണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനോട് എന്റെ ബന്ധം ദൈർഘ്യമേറിയതുമാണ്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. പിന്നെ PJ എന്ന 2 അക്ഷരം അത് ഹൃദയത്തിൽ പതിഞ്ഞാണ്. കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും വിലമതിക്കുന്ന വാക്കുകൾ എന്നെ അദ്ദേഹം ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അതായിരിക്കും ഒരുപാട് അദ്ദേഹത്തിന്റെ ഇഷ്ടം. പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഗുണകരമായ ഇൻഫർമേഷൻ നൽകുന്നതിന് പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും പറയണം. പിന്നെ ഇന്ത്യയുടെ ശിക്ഷ എന്ന നിലയിലാണ് നമ്മുടെ MP അദ്ദേഹത്തെ എനിക്ക് അടുപ്പമായത് PT പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇന്ത്യ ശേഷവും കൂടി സൗമ്യ വ്യക്തിത്വം സൂക്ഷിക്കുന്നു എന്നുള്ളത് വലിയ അഭിനന്ദനമായ കാര്യമാണ്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. വലിയ സ്ഥാനങ്ങളിൽ അദ്ദേഹം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് അദ്ദേഹം പങ്കെടുത്ത എനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ മേരി സഖാവ് ഈ മേരി സഖാവ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു സമ്മേളനം നടക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് വിഷയമാണ്. ആകെപ്പാടെ എൻ്റെ പത്രത്തിൽ കൊണ്ടുപോകുന്നത് പറഞ്ഞാണ്. പക്ഷെ ഒരു കാര്യം നമിക്കുകയാണ്. കാരണം ആദ്യം വരികയും ഇപ്പോഴും ഇവിടെ ഇരിക്കുകയും ചെയ്യുന്ന സഖാവ് മേരി സഖാവിന് അതിൻ്റെ ഒരു സൗഹൃദമാണ്. അത് മാത്രമല്ല എൻ്റെ കുടുംബത്തിലൊക്കെ അറിയാം.
അതുകൊണ്ട് എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ട്. പിന്നെ ഈ സമ്മതം അതുപോലെ മനുഷ്യനപ്പുറം താല്പര്യമില്ലാത്ത MC മാർട്ടിൻ സഖാവുണ്ട്. സഖാവെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം പക്ഷെ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ മീഡിയ സഖാവിലേക്ക് എത്തിയത് എന്നൊരു സത്യം കൂടിയുണ്ട്. അല്ലാതെ മീഡിയ സഖാവിനല്ല ഞാൻ പരിചയപ്പെട്ടത്, ഈ മാർട്ടിൻ സഖാവിൽ നിന്നാണ് ജയങ്ങൾക്ക് എത്തിയത്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ അനുഗ്രഹമാണ് അവർ വന്നത്. പിന്നെ ജെയ്സൺ ജോസഫ് അവരുടെ പത്രപ്രവർത്തകരുടെ മേഖലയിൽ നിന്ന് വന്നിട്ടില്ല. അത് സംസ്ഥാന സംഘത്തിൽ വന്നു. പക്ഷേ അതിനപ്പുറത്ത് ഒരു സ്ഥാപനത്തിന്റെ MD എന്നുള്ള നിലയ്ക്ക് വന്നത് ജെയ്സൺ ജോസഫാണ്. ഒരു പണ്ട് പോലെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം നിലവിൽ PT മുമ്പിലിരുന്ന വീക്ഷണം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണെന്നുള്ളത് എനിക്കൊരു സ്പെഷ്യലാണ്. കാരണം PT ഒക്കെ എനിക്ക് അത്ര അടുത്ത ബന്ധം ഞാൻ സ്വീകരിക്കുന്നില്ല. പിന്നെ മനസ്സിൽ നന്മയുള്ള ഒരു പൊതുപ്രവർത്തകരാണ് ഈ ജെയ്സൺ എന്നുള്ള കാര്യത്തിലും കൂടി ഞാനത് അടിവരയിടുകയാണ്. കാരണം എനിക്ക് പല അനുഭവം. പിന്നെ CPIയുടെ ആദർശമുഖം ആരാധന ചോദിച്ചാൽ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ശിവരാം സഖാവാണ്. അത് ആർക്കും അത്ഭുതമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ശുദ്ധ സൗഹൃദം സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരെ കുറിച്ച് ഇതുപോലെ ഇത്തരത്തിൽ വ്യത്യസ്തവും ഉള്ളിൽ തട്ടുന്നതുമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അത് ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന് മുതിരുന്നില്ല. പിന്നെ ജോസ് ഡോക്ടർ അത് പറയാനില്ല ശരിയല്ല. കാരണം അത് ശരിക്കുള്ള വാക്കിൽ പറഞ്ഞാൽ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനില്ല എന്ന് ധരിക്കുന്ന ഒരാളാണ്. അത് സത്യമാണ്. അപ്പോൾ നാടിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം, രോഗികളുടെ സ്വാതന്ത്ര്യ സ്പർശവും എന്നതാണ് എൻ്റെ അനുഭവം. അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അങ്ങേയറ്റം ഞാൻ വിലമതിക്കുന്നു. അതുപോലെ മോൾക്ക് കൊള്ളലേറ്റ കോവിഡ് കാലത്ത്, എൻ്റെ മോൾക്ക് കോവിഡ് കാലത്ത് കൊള്ളലേറ്റ സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് സെൻറ് മേരീസ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ തോമസ് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കരുതൽ ഞാൻ അനുഭവിച്ചു. എന്താ പറയുക, അതിന് സന്തോഷത്തിനൊക്കെ പറയുക. അതുപോലെ ഇഷ്ടമുള്ള ചേട്ടനോട് സംസാരിച്ചിരുന്നു. പിന്നെ മൂന്നിലെ S രാജേന്ദ്രൻ, ശ്രീ റോയിക്ക പോലീസ്, ശ്രീ KM ഷുക്കൂർ, ശ്രീ തോമസ് മാത്യു കപ്പടി, ശ്രീ സുരേഷ് ബാബു തുടങ്ങിയവരെ ഞാൻ അഭ്യർത്ഥന ചെയ്യുന്നു. ഈ 40 വർഷമെങ്കിലും എത്തിയതാണ് ശ്രീ റോയിക്ക പോലീസായിട്ട് ബന്ധം. അത് വളരെ മുമ്പിലാണ് ഞാൻ സംസാരിച്ചു വരികയും. പിന്നെ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ കാണുന്നതിൽ വിജയിച്ച ജനപ്രതിനിധിയാണ് ശ്രീ S രാജേന്ദ്രൻ. അതിന് പല രാഷ്ട്രീയമായ പല സംഭവം ഉണ്ടാവാം. എനിക്കും ഞാനീ പറഞ്ഞ വാർത്ത കൊടുത്തവരുടെ അധികാരത്തെ പൂർണ്ണമായി സംരക്ഷിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു ഗുണമുള്ള ഒരാളാണ്. രാഷ്ട്രീയം നോക്കുന്നത് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയം നോക്കാമെന്ന് നമ്മളൊരു വീക്ക്നെസ് ആണ്. പക്ഷെ അത് നോക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ്. കാരണം എനിക്ക് ബന്ധമുള്ള ഒരാൾ ശ്രീ AK മണി അടക്കമുള്ള ആൾക്കാർ മൂന്നാറിലുണ്ട്. എനിക്ക് വലിയ ബന്ധമുള്ള ആൾക്കാർ. അവരെ ആരും ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹം വന്നു. പിന്നെ ദേശാഭിമാനി ലേഖകനായിരിക്കെ പരിചയം, അങ്ങനെ അത് വളർന്ന് ആത്മസുഹൃത്തുക്കളിൽ ഒരാളായി മാറിയ നിലവിൽ കാവൽ കൈരളി എഡിറ്ററായ സനലിന്റെ സാന്നിധ്യം എനിക്ക് സന്തോഷമാണ്. അദ്ദേഹം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ മറ്റേ പോലീസ് അസോസിയേഷന്റെ നേതാവൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്ത് വലിയൊരു അടുപ്പം അദ്ദേഹമായിരുന്നു. എൻ്റെ ബാല്യകാല സുഹൃത്ത് ചന്തു ഈ യാത്രയെ പറഞ്ഞ് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. നന്ദി. പിന്നെ അലസർ കോളേജിലെ MD വിജാസ്, സഖാവ് മാത്യു വർഗീസ്, അഡ്വക്കേറ്റ് ബിജു പറയുന്നത്, ദീപക്, അപ്പു ജോൺ ജോസഫ്, സന്തോഷ് അടക്കൽ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കൈപ്പാട്, ഗിരി ജോസഫ്, മനോജ് കൊക്കാട്, അഡ്വക്കേറ്റ് ജോസ്, അങ്ങനെ എന്നെ വേണ്ടി ഡോക്ടർ അൻവർ, ഹുസൈൻ മാഷിനെ കാലങ്ങളെ ഗൗരവിച്ച് അപ്പുറം ആൾക്കാരാണ്. ഒരു സൗമ്യനും മനുഷ്യനായ അദ്ദേഹമുണ്ട്. അപ്പം പിന്നെ പത്രപ്രവർത്തക യൂണിയന്റെ ജനകീയനായ പ്രസിഡന്റ് ശ്രീ KP രജി,
അദ്ദേഹം ഇന്നലെ ഇവിടുന്ന് അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് കോഴിക്കോട് ചെന്ന് കോഴിക്കോട് നിന്ന് അവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ നാടക ഇവിടെ കോട്ടയത്ത് എത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ എത്തി. അത് എന്നെ ചെറുതല്ലാത്ത രീതിയിൽ സന്തോഷിക്കുന്ന കാര്യമാണ്. ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുരേഷ് എടപ്പാൾ, അദ്ദേഹം വേറെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഫൈറ്ററാണ്, അതായത് ഒരു പോരാളിയാണ്. അതായത് ആരുടെയും ഒരു സഹായമില്ലാതെ മത്സരിക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്ത് ഒടുവിൽ അദ്ദേഹം പത്രപ്രവർത്തകരുടെ തലപ്പത്തിന്റെ വ്യക്തിയാണ്. അദ്ദേഹത്തെ എനിക്ക് അത് ദീർഘനീ യാത്രയിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് ഈ രണ്ടുപേരെയും പത്രപ്രവർത്തകരുടെ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദനം ചെയ്യുക. അവരെ വേറെ തമാശ പ്രിയ സുഹൃത്ത് KPCC ചോകൻ അദ്ദേഹം എത്താതിരുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പമുണ്ടല്ല, എന്റെ കുഴപ്പമുണ്ടല്ല. അതായത് ഞാൻ വിളിക്കാതിരുന്നത് മാത്രം എത്തിയില്ല. സംഭവം വെച്ചാൽ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു, പക്ഷേ ഈ കാര്യം മാത്രം പറയാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അദ്ദേഹം എത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കായംകുളത്താണ്, സോറി എന്നോട് പറയാൻ എനിക്ക് ആശംസകൾ നൽകുന്നു. പിന്നെ ഫസ്റ്റ് ലെവലിന്റെ പ്രസിഡന്റ് വിനോദ് കണ്ണൂരി, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം. പിന്നെ അഖിൽ എക്സിക്യൂട്ടീവ് ആണ്, ലത്തീഫ് വൈസ് പ്രസിഡന്റ്, ആലിൻ ട്രഷറർ, നന്ദു സംസ്ഥാന കമ്മിറ്റി വിൽസൺ അടക്കം പത്രപ്രവർത്തകരുടെ ഭാരവാഹികളോട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു സന്തോഷം നിങ്ങളൊരു വിഷയമായിട്ട്, അതായത് KICB എൻ്റെ പിതാവിനൊപ്പം സീനിയർ ഓഫീസറായിരുന്ന റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നിങ്ങൾക്ക് അറിയുന്ന ആളാണ് ഭോഗീന്ദ്രൻ സാർ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ കൂടിയാണ് അതിനെ എനിക്ക് അദ്ദേഹം നൽകിയത്. സന്തോഷം. രാജീവ്, സാബു നെയ്ശ്ശേരി തുടങ്ങിയ സീനിയർ മാധ്യമപ്രവർത്തകരെ കൂടി അഭിവാദ്യം ചെയ്യുന്നു. അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതിനൊപ്പം തന്നെ സീനിയറായിട്ടുള്ള എൻ്റെ ഒപ്പം ഉള്ള ആളുകൾ എന്നുള്ളതൊക്കെ അവർ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ് KP മെയിൽ സഖാവ് ഏറ്റവും കൂടുതൽ സമയം വിടുന്നതിൽ എനിക്ക് അങ്ങേയറ്റം അത് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. പിന്നെ നിർത്തുന്നു, അവരവരുടെ മേഖലയിൽ തിളങ്ങുന്ന വ്യക്തിത്വങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് എല്ലാവരും അതെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അതെ, ഇനിയും അവർക്ക് ഉയർച്ച ആഗ്രഹിച്ചുകൊണ്ടും ആശംസകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.